ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ മാങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായി തലേന്ന് അരിഞ്ഞു വെച്ച മാങ്ങയിൽ തലേന്ന് തന്നെ അല്പം ഉപ്പും അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കാം. എങ്ങനെ നല്ല ടേസ്റ്റിൽ മാങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് മാങ്ങ എടുത്തതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് വയ്ക്കുക. ഇത് ഞാൻ തലേന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് തലേന്ന് തന്നെ അല്പം ഉപ്പും അല്പം കായപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിരുന്നതാണ്. മാങ്ങാച്ചാർ ഉണ്ടാക്കണമെങ്കിലും തലേന്ന് ഇതുപോലെ ചെയ്തിട്ട് പിറ്റേന്ന് എടുക്കാൻ കണക്കിന് വയ്ക്കേണ്ടതാണ്. എന്നാൽ മാങ്ങയ്ക്ക് നല്ല ഉപ്പും പിടിച്ച് നല്ല ടേസ്റ്റും ആയിരിക്കും അച്ചാറിന്. മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ഒരു പാൻ എടുത്ത് പാൻ ചൂടാക്കാൻ വയ്ക്കുക. ഞാൻ ഓൾറെഡി പാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞു. ഇനി അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അല്പം കടുക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടാവുന്നുണ്ട്. ചൂടായി കഴിഞ്ഞു. ഇനി അല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി അല്പം വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. വെളുത്തുള്ളിയുടെ നിറം മാറി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ ചേർക്കുക. വെളുത്തുള്ളി പേസ്റ്റിൻ്റെ നിറം മാറി വന്നു കഴിഞ്ഞു. ഇനി അതിലേക്ക് ഗ്യാസിൻ്റെ തീ അല്പം കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അല്പം മുളക് പൊടി ആവശ്യത്തിന്. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുകയാണ്. 2 ടീസ്പൂൺ ഒരല്പവും കൂടി ആഡ് ചെയ്യുകയാണ്. ഇനി അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക, ഒരു പിഞ്ച്. ഇനി അതിലേക്ക് അല്പം മല്ലിപ്പൊടി ആവശ്യത്തിന്. ഞാനിപ്പോൾ 1 സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് അല്പം ഉലുവപ്പൊടി ആഡ് ചെയ്യുക. ഉലുവപ്പൊടി ആഡ് ചെയ്യുമ്പോൾ അച്ചാർ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ ഇന്നലെ അച്ചാർ ഇടാൻ വേണ്ടി മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഉപ്പ് വെള്ളം അതിൽ ഉണ്ടായിരുന്നു. ആ ഉപ്പ് വെള്ളം എടുത്ത് കുറച്ച് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക. അല്പം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക.
ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് തണുക്കുമ്പോൾ, നന്നായി തണുത്ത ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ആഡ് ചെയ്യുക. ഇതിൻ്റെ ചൂട് മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ മാങ്ങാച്ചാർ റെഡി ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പ് ആകാത്തവർക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ തലേന്നേ ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് അത് കറക്റ്റാണ്. അതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു.